കൃഷി പാഷനേറ്റീവായിട്ട് എടുക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നത് 60 വയസ്സിന് ശേഷം, അതായത് റിട്ടയർമെന്റ് ലൈഫിലാണ് നമ്മുടെ ആളുകൾ കൂടുതലും കൃഷിയിലേക്ക് വരുന്നത്. ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരുന്നത് വളരെ ചുരുക്കമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും ചെറുപ്രായത്തിൽ കൃഷിയെ പാഷനായിട്ട് എടുക്കുകയും അവൾ അത് വളരെ നന്നായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അവളുടെ നമ്മൾ പറയാറുണ്ട്, ഈ വീഡിയോ ഇന്ന നടൻ കാണുന്നവരെ ഷെയർ ചെയ്യുക, ഈ ഫോട്ടോ ഇന്ന ആള് കാണുന്നവരെ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ വീഡിയോ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നത് അവള് ആഗ്രഹിക്കുന്ന അവളുടെ സ്റ്റാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ലക്ഷത്തിൽ ഒരു ആള് മാത്രം ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാറാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ മന്ത്രി വരെ അങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം അവൾക്ക് ഇഷ്ടമുള്ളത് ആരാണെന്നും അവളുടെ കൃഷിയുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് ആ കുട്ടി കർഷകയെ നമുക്ക് പരിചയപ്പെടാം. പാർക്കുട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്? ഇടുക്കിയിലുള്ള ബിൻസി ആന്റീനെ. പാർക്കുട്ടിന് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹമുള്ള ആരാണ്? ഇടുക്കിയിലുള്ള ബിൻസി ചേച്ചിനെ തന്നെ. ഏത് ബിൻസി ചേച്ചി? ഇടുക്കിയിൽ ഒരുപാട് ബിൻസിമാരുണ്ടല്ലേ? അതില് ഒരു കൃഷി ചെയ്യണ ഒരു ബിൻസി ആന്റി ഉണ്ട്. അപ്പൊ ആന്റീനെ ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ആയ മറ്റേ സ്ട്രോബെറി അതവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു പാവൽ കൃഷിയും ഈ പൂ കൃഷിയും ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ആ സ്ട്രോബെറിയുടെ തൈ അവിടുന്ന് ചെന്ന് മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്ന് എനിക്ക് നടണം. ഞാൻ 3ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ADLPS അർത്തുങ്കൽ. എന്തൊക്കെ കൃഷി ചെയ്തിട്ടുള്ള ഈ പൂവല്ലാതെ? ഈ പൂവല്ലാതെ ഇവിടെ പച്ചമുളക് ചെയ്തിട്ടുണ്ട്, പാവല് ചെയ്തിട്ടുണ്ട്. പാവല് 3 സൈസുള്ള പാവലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചീര ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ അത് വിളവെടുത്ത് കുറെ ആൾക്കാർക്ക് കൊടുത്തു. എത്ര നാളായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ അംഗനവാടി പഠിച്ച മുതൽ കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ ഒരുപാട് നാളെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കൃഷി ചെയ്യാനായിട്ട് ആരാണ് പ്രോത്സാഹിപ്പിക്കണത്? സ്വന്തമായിട്ട് ഇഷ്ടം ചെയ്ത് തുടങ്ങിയതാണ്? ഞാനാണ് എന്റെ അമ്മേനെ കൃഷിയിലോട്ട് ആക്കിയെടുത്തത്. എന്റെ അമ്മ അപ്പൊ ആള് പുലിയാണല്ലേ. അപ്പൊ കൊച്ചിനെ പേടിച്ചാണ് അമ്മ കൃഷിയിലോട്ട് വന്നത്? ഞാൻ പണ്ടൊരു പാവൽ വിത്ത് കൊണ്ട് വതക്കിയിട്ടുണ്ട്. അപ്പൊ അത് വലുതായി അത് വന്ന് അപ്പോഴാണ് അച്ഛനും അമ്മയും പന്തലൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ തൊട്ട് കൃഷി ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഇവിടെ ഓണത്തിനായിട്ട് ബന്ധിച്ച പൂക്കളം നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാവല്, തക്കാളി, പച്ചമുളക്, ചീര നേരത്തെ തന്നെ നമ്മൾ വിളവെടുത്ത് കുറെ ആൾക്കാർക്കൊക്കെ കൊടുത്തു. ഇപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പാവല്, അത് 3 സൈസിലുള്ള പാവല്, പിന്നെ ബന്ദി, പിന്നെ പച്ചമുളക് കുറെയൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ പാവല് വിളവെടുക്കാറൊക്കെ ആയിട്ടുണ്ട്. ഇതെന്റെ മുളക് തൈയാണ്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ പതുക്കെ ഇത് നീക്കാൻ പറ്റൂതേ. നല്ല അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങള് വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. ഞങ്ങൾ ഹൈടെക് രീതിയിലാണ് ചെയ്യുന്നത്. ഹൈടെക് രീതി അതെങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ താഴെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള ഒരു മോട്ടറിലായിട്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഒരു മോട്ടർ ഓണായി കഴിഞ്ഞാൽ ഇതിന്റെ ഫുള്ള് വെള്ളം കയറ്റിയാണ്. ഇത് വളം നമ്മളെ ഇതിന്റെ മണ്ണിന്റെ കൂടെ തന്നെ ഇട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചതാണ്, എനിക്ക് അത്ര കഴിഞ്ഞിട്ട് അറിയില്ല. ഈ നമ്മൾ കൊടുക്കുന്ന ഈ വളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത് പക്ഷേ അതിന്റെ റൂട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റെമ്മിലായിട്ട് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റെം ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നേരെ ലീഫിലായിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ അത് വലുതായി വരും. ശരിക്കും പറഞ്ഞ ചെടിയുടെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഈ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഈ കായ്കളും പൂക്കളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പറയാം. ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ഭാഗങ്ങള്. അപ്പൊ എന്നിട്ടാണ് ഇതിൽ ഈ ഇലയിൽ ഇങ്ങനെ കായ്കളൊക്കെ വരുന്നത്. ഇലയാണ് ഈ കായ്കൾക്കും. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ പൂക്കൾക്കെല്ലാം ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിടരണമെങ്കിൽ ഈ വെള്ളവും വളവും ഇവരെ കൊടുത്തിട്ടാണ്.
അപ്പോഴാണ് ഈ പച്ചമുളകും പൂക്കളും എല്ലാം നല്ല വിടർന്നു നിൽക്കുന്നത്. ഇത് ഞങ്ങള് വെച്ച് വളർത്തിയ നമ്മുടെ തക്കാളിയാണ്. ഇതൊന്നും വലുതായിട്ടില്ല, ഇനിയും കുറച്ച് നാളും കൂടെ എടുക്കും. കണ്ടില്ലേ? അപ്പൊ അതെ നമ്മുടെ മത്തൻ ഇവിടെ കുറച്ച് നമ്മള് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ മത്തനില് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി ഇത് വലുതാനുണ്ട്, എന്നിട്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും. ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറെ ഇവിടെ നിന്നൊക്കെ വിളവെടുത്താണ്. ഇത് വിളവെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത് വലുതായിട്ടില്ല, അതുകൊണ്ട് നമ്മളിത് വിളവെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പപ്പായാണ്. ഇത് വലുതായി വരുമ്പോ ഇതിന്റെ കളറ് വരുന്നത് റെഡ് ലേഡി, അങ്ങനെയാണ് ഇതിന്റെ പേര് വരുന്നത്. കിടപ്പുണ്ട്. ഇത് ഉടനെ തന്നെ നമ്മൾ വിളവെടുക്കുകയാണ്. ഇത് വിളവെടുക്കണമെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. നമുക്കിതൊന്ന് വിളവെടുക്കാം. നമ്മളൊരു വഴുതന വിളവെടുത്തിട്ടുണ്ട്. പിന്നെ കിടപ്പുണ്ട്. ഇത് ഉടനെ തന്നെ നമ്മൾ വിളവെടുക്കുകയാണ്. ഇത് വിളവെടുക്കണമെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. നമുക്കിതൊന്ന് വിളവെടുക്കാം. നമ്മളൊരു വഴുതന വിളവെടുത്തിട്ടുണ്ട്. പിന്നെ പാവല് കൃഷിയില് കൊച്ചിനെ സഹായിക്കുന്നതാരാ? സഹായിക്കുന്നത് എന്റെ അമ്മ സഹായിക്കും, അച്ഛൻ സഹായിക്കും. ഇത് വെള്ള പാവക്കയാണ് കേട്ടോ, ഇത് വെള്ള നിറമാണ്. ഇനി ഞാൻ വേറൊരു പാവക്ക നിങ്ങളെ കാണിച്ചു തരാം. ഇത് വിളവെടുക്കാറായിട്ടുണ്ട്, നമുക്കിതെങ്കിൽ വിളവെടുക്കാം. ഇത് വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്യാം. വഴുതനങ്ങയും കട്ട് ചെയ്താൽ ഇത് 2 എണ്ണം നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. ഈ പാവക്ക എന്താണ് പാറു ഇത്രയും കൃഷി ചെയ്തത്? അത് ഈ പാവക്കകൾക്ക് കുറെ ഓട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഒന്ന് വിൽക്കാനും പറ്റും. പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ പാവല് കൃഷിയാണ്? അങ്ങനെയൊന്നുമില്ല. ഇത് വിളവെടുക്കാറായിട്ടുണ്ട്, അപ്പൊ നമുക്കിത് വിളവെടുക്കാം. ഇത് വെള്ള പാവക്കയാണ് കേട്ടോ, അപ്പൊ നമുക്കിത് വിളവെടുക്കാം. മാറ്റിയിട്ട് വിളവെടുക്കാം. കണ്ടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാവക്കയാണ് ഈ വെള്ള. ഇതിന് നല്ല ഇതായിരിക്കും, ഇതിനാകുമ്പോ അത്രക്ക് കയ്പും ഉണ്ടാവില്ല. നമ്മളെ കാണാൻ ഒരുത്തിന് ഇവിടെ പാത്തിരിപ്പണം, നമുക്ക് ഇവനെയും കൂടെ വെള്ളമെടുക്കാം. കണ്ടില്ലേ? നമ്മളെ കാണാണ്ട് പാത്തിരിക്കുക, പക്ഷെ നമ്മളിത് കണ്ടെടുത്തിയതന്നെ. അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു കൃഷി ചെയ്യണം. അപ്പൊ ഇത് ഞാൻ ബിൻസി ചേച്ചിക്ക് വേണ്ടി നൽകുകയാണ്. ബിൻസി ചേച്ചി ചെയ്യണ കണ്ടപ്പോഴേക്ക് എനിക്കും ചെറിയൊരു കൊതി ചെയ്യണമെന്ന്. അപ്പൊ ഇതാണ് എന്റെ കൃഷി. എല്ലാവർക്കും പാറക്കുട്ടന്റെ കൃഷി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷിമന്ത്രി പറയണ്ടായി, യഥാർത്ഥ സ്റ്റാർസ് എന്ന് പറയുന്നത്, യഥാർത്ഥ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണ്. ഇതുപോലെ കുഞ്ഞു കുട്ടികളിൽ നിന്നാണ് ശരിക്കും കൃഷി വളരേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്നതും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതും ചെറിയ കുട്ടികൾക്കാണ്. അപ്പൊ കൃഷി ശരിക്കും ഇത്രയും ചെറിയ പ്രായത്തിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പാറക്കുട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട കർഷകയായിട്ടുള്ള, ഏറ്റവും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ബിൻസി ചേച്ചിയിലേക്ക് ഈ ഒരു വീഡിയോ എത്തട്ടെ. ബിൻസി ചേച്ചി അവളെ കാണാനായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.